ജോബുക്ക് ബിസിനസ് ഗ്രോത്ത് പ്ലാൻ എന്താണ് ജോബുക്ക് കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകതകൾ ഇത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ലൈവിൽ വന്നിട്ടുള്ളത്. ജോബ് എന്ന് പറയുന്നത് ശരിക്ക് ഇതിന്റെ ഒരു ഓപ്പണിംഗ് എന്ന് പറയുന്നത് സെയിൽസ് നടക്കുന്നുണ്ട് നമ്മുടെ ബിസിനസ്സിൽ. പക്ഷെ ഒരു ക്ലാരിറ്റി എവിടെയാണ് നമുക്കൊരു പ്രശ്നം, ഒരു ക്ലാരിറ്റി ഇഷ്യൂ, നമ്മുടെ പ്രോഫിറ്റ്, നമ്മുടെ ബ്രേക്ക് ഇവൻ, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്, ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് ഒരു ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ അത് ശരിക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പാർട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഹാർഡ് വർക്ക് എടുക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് ഫ്രീഡം കിട്ടുന്നില്ല. നമ്മുടെ ഫാമിലിയുടെ കൂടെ നല്ലൊരു സമയം ചിലവഴിക്കാൻ പോലും നമുക്ക് പറ്റാത്തൊരു പ്രശ്നങ്ങളുണ്ട്. ഇത് ശരിക്ക് ഇങ്ങനെ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിനൊന്ന് ഓപ്പൺ ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. നമ്മുടെ ബിസിനസ്സിൽ ഈ പറഞ്ഞ രണ്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് ഒരു ക്ലാരിറ്റി കുറവോ അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ ഒരു ലൈഫ് കിട്ടാത്ത പ്രശ്നമോ നമുക്കുണ്ടെങ്കിൽ നമ്മളൊരു ഓപ്പണിംഗിലേക്ക് പോകണം. നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ ബിസിനസ് കറന്റ്ലി റണ്ണിങ് ആണ് അല്ലെ? നമുക്കറിയാം, യെസ് എന്ന് നമുക്ക് എല്ലാവർക്കും മറുപടി പറയാൻ കഴിയും. സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? ഒരു പ്രോപ്പർ സിസ്റ്റം നമ്മുടെ ബിസിനസ് റൺ ചെയ്യുന്നുണ്ടോ? അത് ചിലപ്പോ നമ്മൾ പല ആളുകളും പറയുന്നുണ്ടാവുക നോ എന്നുള്ളതാണ്. അപ്പോ ഈ ഭാഗങ്ങളിൽ ശ്രദ്ധിക്കണം. ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്, അത് പ്രോപ്പറായിട്ടുള്ള ഒരു സിസ്റ്റം നടക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കിട്ടണം. അതേപോലെ നമ്മൾ ടൈർഡ് ആവുന്നുണ്ടോ? ഓണർ ടൈർഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ ബിസിനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതേപോലെ ഓവറായിട്ട് നമ്മൾ സ്റ്റാഫ് ഡിപ്പെൻഡൻസി നമ്മൾ ഓവറായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ പ്രോഫിറ്റിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു കൺഫ്യൂഷൻ, പ്രോഫിറ്റ് എത്രയാണ്, പ്രോഫിറ്റ് വരുന്നുണ്ടോ, ഇനി അതല്ല ലോസ് ആണോ, ലോസ് വരുന്നുണ്ടോ, എത്രയാണ് എന്നുള്ള ഒരു പ്രോഫിറ്റ് കൺഫ്യൂഷൻ നമുക്ക് വരുന്നുണ്ടെങ്കിൽ അതും നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അതുപോലെ പ്രോബ്ലം ഈസ് നോട്ട് ഹാർഡ് വർക്ക് ബട്ട് ലാക്ക് ഓഫ് സിസ്റ്റം. അതായത് ഹാർഡ് വർക്ക് എടുക്കാത്തതല്ല പല ബിസിനസ്സുകാരുടെയും പ്രശ്നം, നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഇല്ലാത്തതാണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ എന്താണ് ജോബുക്ക് ഒരു 3 സിസ്റ്റമാണ് ജോബുക്ക് ചെയ്യുന്നത്. ഒന്ന്, സിസ്റ്റം 1 സെൽഫ് ഓഡിറ്റ്. ബിസിനസ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ബിസിനസ്സിനെ നമ്മൾ തന്നെ സെൽഫായിട്ട് ഒന്ന് ഓഡിറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ജോബുക്ക് ചെയ്യുക. അതായത് നമ്മുടെ ബിസിനസിന്റെ റിയൽ സിറ്റുവേഷൻസ്, റിയൽ നമ്പേഴ്സുകൾ തിരിച്ചറിയുക എന്നുള്ളതാണ് സെൽഫ് ഓഡിറ്റിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോ നമ്മൾ പല സമയത്തും നമ്മൾ ഓഡിറ്റിംഗിലെ വേർഡ് കേൾക്കുന്ന ഒരു CA അല്ലെങ്കിൽ ഒരു CS ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ നമ്മുടെ ബിസിനസ്സിനെ ഓഡിറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ടൈപ്പ് ഓഫ് ഓഡിറ്റ് നമ്മൾ ചെയ്യേണ്ടതാണ്. അതായത് ഇതിന്റെ കറക്റ്റ് നമ്പേഴ്സുകൾ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട്, പ്രോപ്പർ ആയിട്ടുള്ള സെൽഫ് ഓഡിറ്റിംഗ് നടത്തി ഒരു യഥാർത്ഥ അവസ്ഥ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ടാമത്തെ സിസ്റ്റം പ്രോപ്പർ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. റിയൽ അവസ്ഥ മനസ്സിലാക്കുക, അതിനുശേഷം പ്രോപ്പർ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുക. ചെറിയ ബിസിനസ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പോലും പ്രോപ്പർ ആയിട്ടുള്ള ഒരു സംവിധാനം നമ്മുടെ ബിസിനസ്സിൽ ഇല്ലെങ്കിൽ നമ്മൾ ടയർഡ് ആവും, നമ്മൾ ബുദ്ധിമുട്ടും, നമ്മൾ നഷ്ടം സഹിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ നിർത്തി പോവേണ്ട സാഹചര്യങ്ങൾ വരാം. അപ്പൊ അതല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ അത് ചെയ്യണം. മൂന്നാമത്, ഇന്ന് ഡിജിറ്റൽ സാധ്യതകൾ ഉണ്ട്, ഒരുപാട് ഡിജിറ്റൽ അവസരങ്ങളുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയ ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്, ഒരുപാട് വാട്സപ്പ് പോലത്തെ ടൂളുകൾ ഉണ്ട്. ഇങ്ങനെ ഈ ഒരുപാട് സാധ്യതകൾ ഡിജിറ്റൽ മേഖലയിൽ നമുക്കുണ്ട്. അത് ഉപയോഗിച്ച് നെക്സ്റ്റ് ലെവലിലേക്ക് ബിസിനസിനെ ഗ്രോ ചെയ്യുക എന്നുള്ളതാണ്. ഈ 3 സ്റ്റെപ്പാണ് ശരിക്കും ജോബ് ചെയ്യുന്നത്. അതിൽ ഒന്നാമതായി സെൽഫ് ഓഡിറ്റിംഗ്. സെൽഫ് ഓഡിറ്റിംഗിൽ കോർ മെസ്സേജ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്, യു കനോട്ട് ഗ്രോ വാട്ട് യു കനോട്ട് മെഷർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രോ ചെയ്യാൻ കഴിയില്ല. മെഷർ ചെയ്യാൻ നമ്മുടെ ബിസിനസ്സിനെ മെഷർമെന്റ് നടത്തുക, അളവെടുക്കുക എന്നുള്ളത് അതിന്റെ 100% ഉത്തരവാദിത്തം നമുക്കല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. മറ്റൊരാൾ നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ള ഒരു അക്കൗണ്ട്സോ, ഒരു അക്കൗണ്ടന്റോ, അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ഹെഡോ, അല്ലെങ്കിൽ ഒരു അക്കൗണ്ട്സ് മാനേജറോ, അല്ലെങ്കിൽ നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ള ഒരു മാനേജറോ ചിലപ്പോൾ ഈ പണിയെടുത്താൽ നമ്മൾ എടുക്കുന്ന പോലെ ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് നമ്മുടെ ബിസിനസ്സിനെ മെഷർ ചെയ്യുക എന്നുള്ളതാണ് ബിസിനസ്സിലേക്ക് ഗ്രോത്തിലേക്ക് പോകാൻ നമുക്ക് വരും. ഇവിടെ നമ്മൾ എന്ത് ആക്ഷൻ എടുക്കേണ്ടത്? ഒന്ന്, റിയൽ നമ്പറുകൾ ചെക്ക് ചെയ്യണം. നമ്മൾ റിയൽ നമ്പേഴ്സുകൾ ചെക്ക് ചെയ്യണം. എന്തൊക്കെയാണ് നമ്മൾ റിയൽ നമ്പേഴ്സുകൾ ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത്? എന്തൊക്കെയാണ്? ഒന്ന്, ഗ്രോസ് പ്രോഫിറ്റ് അറിയണം. എന്താണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ്? ആ ഗ്രോസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ്? ഗ്രോസ് പ്രോഫിറ്റ് എമൗണ്ട് എത്രയാണ്? നമ്മളൊരു സാധനം വിൽക്കുമ്പോൾ അല്ലെങ്കിൽ സർവീസ് കൊടുക്കുമ്പോൾ നമ്മൾ അതിന്റെ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണെന്ന് അറിയണം. ആ ഗ്രോസ് പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് എത്രയാണെന്ന് അറിയണം. അതുപോലെ നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ് എത്രയാണെന്നുള്ളത് അറിയണം. അതുപോലെ നമ്മുടെ ഈ എക്സ്പെൻസ് കഴിഞ്ഞിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് ആണല്ലോ, ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് എക്സ്പെൻസ് കഴിഞ്ഞതാണല്ലോ നെറ്റ് പ്രോഫിറ്റ്. അപ്പൊ ആ നെറ്റ് പ്രോഫിറ്റ് എത്രയാണെന്ന് അറിയണം.
നമ്മൾ 10,000 രൂപയുടെ ഒരു കച്ചവടം ഒരു ദിവസം നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ 1,00,000 രൂപയുടെ കച്ചവടം ഒരു ദിവസം നടത്തുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റും നമ്മുടെ എക്സ്പെൻസുകൾ എത്രയും നൽകുന്നു, നെറ്റ് പ്രോഫിറ്റും വരുന്നു. ഇത് അറിഞ്ഞാലാണ് നമുക്കൊരു ബ്രേക്ക് ഇവണിനെ കുറിച്ച്, നമ്മുടെ ബിസിനസ് എപ്പോഴാണ് ബ്രേക്ക് ഇവണിലേക്ക് എത്തുക, ഇപ്പോൾ ബ്രേക്ക് ഇവണിലാണോ അതോ അടുത്ത ലെവലിലേക്കാണോ, ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ അടുത്ത കാര്യങ്ങളിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടോ. അപ്പോൾ ഈ കാര്യങ്ങളിലെ ഒരു റിയൽ നമ്പർ ചെക്കിങ്ങൾ നമ്മൾ നടത്തണം. അടുത്തത് നമ്മളൊരു 10 മേഖല ബിസിനസിന്റെ പ്രധാനപ്പെട്ട 10 ഭാഗങ്ങളായിട്ട് നമ്മൾ ഓഡിറ്റ് ചെയ്യണം. ഒന്ന്, ഓണർഷിപ്പ് ആൻഡ് ക്ലാരിറ്റി. നമ്മുടെ ഓണർഷിപ്പിനെ കുറിച്ച്, നമ്മുടെ ബിസിനസിന്റെ ഓണർഷിപ്പിനെ കുറിച്ച് നമ്മൾ ശരിക്കും ഒരു ഓഡിറ്റിംഗ് നടത്തണം. ആരൊക്കെയാണ് ചെയ്യുന്നത്, പാർട്ണർഷിപ്പിലാണോ, പ്രൊപ്പറേറ്റർഷിപ്പ് ആണോ, അതോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണോ, അതോ LLP ആണോ, എങ്ങനെയാണ് നമ്മുടെ ബിസിനസിന്റെ ഓണർഷിപ്പ് ക്ലാരിറ്റി നടത്തണം. അതുപോലെ നമ്മൾ ഫിനാൻസ് കൺട്രോൾ, എങ്ങനെയാണ് നമ്മുടെ ഫിനാൻസിനെ മാനേജ് ചെയ്യുന്നത്, ഫിനാൻസ് കൺട്രോൾ ചെയ്യുന്നത്, ഓവറായിട്ടുള്ള പേയ്മെന്റുകൾ നടത്തുന്നുണ്ടോ, ഓവറായിട്ട് നമ്മൾ എക്സ്പെൻസുകൾ നടത്തുന്നുണ്ടോ, ഇനി നമ്മൾ ഏൽപ്പിച്ച പാർട്ണർ ആണെങ്കിൽ പോലും ഓവറായിട്ട് അവിടെ ഫിനാൻസ് കൺട്രോൾ ഇല്ലാതെ നിലനിൽക്കുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കണം. അതേപോലെ ഓപ്പറേഷണൽ ഫ്ലോ, എങ്ങനെയാണ് നമ്മൾ ഇല്ലെങ്കിൽ പോലും നമ്മുടെ ബിസിനസ്സിനെ കൊണ്ടുപോവുക എന്നുള്ളതാണല്ലോ ഫ്രീഡത്തേക്ക് പോവുക എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ഒരു ഓപ്പറേഷണൽ ഫ്ലോ എങ്ങനെയാണ്, അതുപോലെ സ്റ്റാഫിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതുപോലെ സ്റ്റാഫിന്റെ റിപ്പോർട്ട് സ്ട്രക്ചർ എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കും. അതുപോലെ കസ്റ്റമർ ആണല്ലോ നമ്മുടെ മെയിൻ പാർട്ട്. അപ്പൊ ആ കസ്റ്റമറെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആക്കുന്നുണ്ടോ, എന്താണ് അവരുടെ എക്സ്പീരിയൻസ്, അത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ, കസ്റ്റമർ റിട്ടൻഷൻ വരുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം. അതേപോലെ പ്രധാനപ്പെട്ട പല ആളുകളും ശ്രദ്ധിക്കാത്തൊരു മേഖലയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് ഭയങ്കരമായി ഇമ്പോർട്ടൻ്റ്. നമ്മൾ പല ഓപ്പറേഷൻ കാര്യങ്ങൾക്കും റെന്റ്, KCB ഇങ്ങനെയുള്ള ഒരുപാട് എക്സ്പെൻസുകൾ നമ്മൾ മുടക്കുന്നുണ്ട്. പക്ഷേ ഒരു മാസത്തില് നമ്മുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് പുതിയ കസ്റ്റമേഴ്സിനെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര രൂപ ചെലവഴിച്ചെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ 1 രൂപ പോലും അതിന് മുടക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ വളരെ ചെറിയ എമൗണ്ട് മാത്രമായിരിക്കും. അപ്പോൾ മാർക്കറ്റിങ്ങിന്റെ ഭാഗത്ത് നമ്മൾ എത്രത്തോളം ഉണ്ട് എല്ലാവരും ഓഡിറ്റിംഗ് നടത്താം. അതുപോലെ ബ്രാൻഡിങ്, നമ്മൾ കുറെ വർഷമായിട്ട് ചിലപ്പോൾ ഒരു പുതിയ പേരിട്ട് രജിസ്റ്റർ ചെയ്ത് നമ്മൾ ചെയ്യുന്നുണ്ടോ, ആ ഒരു ബ്രാൻഡിങ്ങിലേക്ക് നമ്മൾ എങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കണം. അതുപോലെ ലീഗൽ കാര്യങ്ങൾ, ഒരു കസ്റ്റമർ നമ്മുടെ മേഖലയിൽ നമ്മുടെ സർവീസിൽ സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ അതിന്റെ ഒരു കംപ്ലൈൻസ് മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്, ലീഗൽ ഡോക്യുമെന്റുകൾ, നമ്മുടെ രജിസ്ട്രേഷൻ, GST, നമ്മൾ ഫുഡൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഫുഡ് ആൻഡ് സേഫ്റ്റി, ഇങ്ങനെയല്ലേ ലീഗൽ കാര്യങ്ങളെ ഒരു ഓഡിറ്റ് നടത്തണം. അതേപോലെ കറണ്ട് ഡിജിറ്റൽ ടൂളുകളുടെ ഒരു ഓഡിറ്റ്, എന്തൊക്കെ ഡിജിറ്റൽ ടൂളുകൾ നമ്മൾ നടത്തുന്നു, കറന്റ്ലി നമ്മൾ അത് എങ്ങനെയൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ആണുള്ളത്, എവിടെയെങ്കിലും ഓവറായിട്ടുള്ള എക്സ്പെൻസുകൾ പോകുന്നുണ്ടോ, അതേപോലെ അഡീഷണൽ നമ്മൾ ആഡ് ചെയ്യേണ്ട ഡിജിറ്റൽ ടൂളുകൾ എന്താണ്, ഇങ്ങനെയുള്ള ആ മേഖലയിൽ നമ്മൾ ഒന്ന് ചെയ്യണം. അതുപോലെ പ്രധാനപ്പെട്ട ഏറ്റവും അവസാനമായിട്ട് പറയുന്നതാണെങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് വിഷൻ ആൻഡ് ലീഡർഷിപ്പ്. ഒരു ലീഡർഷിപ്പ് കൺസെപ്റ്റിലാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ മാത്രമാണ് ബിസിനസിനെ നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് ഗ്രോ ചെയ്യാൻ കഴിയുക. പകരം നമ്മൾ ഒരു വൺ മാൻ ഷോ കളിക്കാൻ നമ്മൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാവും നമ്മുടെ ബിസിനസിനെ ലെവലിലേക്ക് കൊണ്ടുപോകാൻ. അപ്പൊ ഈ പ്രധാനപ്പെട്ട 10 ഇത് ഒറ്റ പോയിന്റ് ആയിട്ട് പറഞ്ഞെങ്കിൽ പോലും ഇത് ഭയങ്കര വലിയ ഒരു മേഖലയാണ്. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് മണിക്കൂറുകൾ സംസാരിക്കാനുള്ള മേഖലയാണ്. എങ്കിൽ പോലും വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു 10 മേഖല നമ്മൾ സെൽഫായിട്ട് നമ്മുടെ ബിസിനസ്സിൽ ഓഡിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ഇത് ഓഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഔട്ട്പുട്ടാണ് കിട്ടുക എന്നുള്ളതാണ്. ഒരു ബിസിനസിന്റെ ഒരു സ്കോർ, കറന്റ് നമ്മൾ നിൽക്കുന്ന ഒരു മേഖല, ഒരവസ്ഥ, സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് വീക്ക് ഏരിയകൾ എവിടെയെങ്കിലും വീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കും. വീക്ക് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് കവർ ചെയ്യാനുള്ള സംഗതികൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു ഗ്രോത്തിലേക്ക് പോകുന്നതിന് നമുക്ക് ഗ്യാപ്പ് വരുന്നത് ഏത് മേഖലയിലും. ചിലപ്പോൾ നമ്മുടെ എക്സ്പെൻസിന്റെ കണക്കൊക്കെ നോക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു എക്സ്പെൻസ് വലുതായിട്ട് പോകുന്നുണ്ടോ, അപ്പൊ അങ്ങനെയുള്ളതിന് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഓഡിറ്റ് ചെയ്യാതെ ഗ്രോത്ത് നടക്കില്ല. ഈ ഒരു റിയാലിറ്റി നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കി മതിയാവും. ഓഡിറ്റിംഗ് ചെയ്യാതെ നമ്മുടെ ബിസിനസിന്റെ ഒരു CA ഓഡിറ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സാധാരണ ബിസിനസ്സിൽ നടന്നോളുന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, വലിയ വലിയ സ്ഥാപനങ്ങൾ, അവർ പക്ക പ്രൊഫഷണൽ ആയിട്ട് ഈ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുന്നതുകൊണ്ടാണ് അവർ ആ രൂപത്തിൽ വളരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു സ്ഥാപനം നടത്താൻ നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട്. ആ സമയത്ത് 300-ഉം 400-ഉം ഫ്രാഞ്ചൈസികളില്, ബ്രാഞ്ചുകളിൽ, സ്ഥാപനങ്ങൾ, കോർപ്പറേറ്റുകൾ റൺ ചെയ്യുന്നു. അത് എന്തുകൊണ്ടാണ്? ഒരു പ്രോപ്പർ സംവിധാനം ഇംപ്ലിമെന്റ് ചെയ്തില്ല. നമുക്കും സാധിക്കുന്ന ഒരു സംഗതി തന്നെയാണ് അത്. അപ്പോൾ എല്ലാവരും ഓഡിറ്റ് ചെയ്യുക ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അതായത് രണ്ടാമത്തെ സ്റ്റെപ്പ്, ഓഡിറ്റിംഗ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബിസിനസ്സിൽ ഒരു സിസ്റ്റം ഒരു ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സംഗതി. ഇതിലൊരു കോർ മെസ്സേജ് ആയിട്ട് നമുക്ക് പറയുന്നത് സിസ്റ്റമാണ് ഫ്രീഡം. സിസ്റ്റമാണ് ഫ്രീഡം. സിസ്റ്റത്തിലൂടെ മാത്രമേ, സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലൂടെ മാത്രമേ ഫ്രീഡം എൻജോയ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കുക. എന്താണ് ജോബ് ബുക്കിന്റെ സിസ്റ്റം?
ജോബിന് പല മേഖലയിൽ നമ്മൾ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ ഒന്ന് ഫിനാൻസിൽ എങ്ങനെ സിസ്റ്റം കൊണ്ടുവരാം. മന്ത്ലി P&L എടുക്കുന്നുണ്ടോ, ഓരോ മന്ത്ലി നമ്മുടെ ബിസിനസ്സിനെ സെൽഫായിട്ട് ഓഡിറ്റ് ചെയ്യുന്നുണ്ടോ. അതേപോലെ നമ്മുടെ എക്സ്പെൻസിന്റെ പെർസെൻറ്റേജിനെ നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ടോ. ചില എക്സ്പെൻസുകളെ നമുക്ക് കൺട്രോൾ ഇല്ലാതെ പോകുന്നുണ്ടോ. ചിലപ്പോൾ ചില മാറ്റങ്ങൾ വരുത്തുന്നതോടുകൂടി ബിസിനസ്സിനെ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക്, ചിലപ്പോൾ ലോസിൽ നിൽക്കുന്ന ബിസിനസ്സിനെ ചെറിയൊരു മാറ്റം വരുത്തുമ്പോൾ പോലും നമുക്ക് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ എക്സ്പെൻസ് പെർസെൻറ്റേജ് നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ടോ. ബ്രേക്കിങ്ങിൽ നമ്മൾ ക്ലാരിറ്റി വരുത്തുന്നുണ്ടോ. നമ്മളെ ബിസിനസ് നഷ്ടത്തിലാണെങ്കിൽ പോലും എപ്പോൾ ബ്രേക്ക് ഇവൻ ആവും എന്നുള്ളത് വ്യക്തമായ ഒരു ധാരണ നമുക്ക് വേണം. അപ്പൊ ആ ഒരു കാര്യത്തിൽ ഒരു ഫിനാൻസ് സിസ്റ്റം നമ്മൾ വേണം. അതേപോലെ ഓപ്പറേഷണൽ സിസ്റ്റം വേണം. ഓപ്പറേഷണൽ SOPs ക്രിയേറ്റ് ചെയ്യണം നമ്മൾ. അതായത് ഡോക്യുമെന്റേഷൻ, നമ്മുടെ സ്ഥാപനത്തിന്റെ ഡോക്യുമെന്റേഷൻ പ്രോസസ് എങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ ഒരു സിസ്റ്റം കൊണ്ടുവരണം. അതുപോലെ ഡെയിലി വർക്ക് ഫ്ലോക്ക് നമുക്ക് പ്രത്യേകം ഒരു ക്ലാരിറ്റി വേണം. അതിനൊരു നമ്മളൊരു സിസ്റ്റം കൊണ്ടുവരേണ്ടതുണ്ട്. അതേപോലെ സ്റ്റാഫിന്റെ കാര്യത്തിൽ വ്യക്തമായിട്ടും നമ്മൾ കുറെ സ്റ്റാഫിനെ പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു സക്സസിലേക്കുള്ള വഴിയല്ല. പകരം അത് നമ്മളെ പ്രൊഡക്ടിവിറ്റി എടുക്കാതെ, ആ ഒരു സ്റ്റാഫിന്റെ പ്രൊഡക്ടിവിറ്റി കറക്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കാതെ നമ്മൾ ശരിക്കും കൊടുക്കുന്ന പേയ്മെന്റ് ലോസ് ആയി മാറാം. അപ്പോൾ ഒരു റോൾ ക്ലാരിറ്റി നമുക്ക് വേണം. ആരാർക്ക് റിപ്പോർട്ട് ചെയ്യണം, ആരാണ് പിന്നെ ഇതിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. ഇങ്ങനെ ഒരു ഓരോരുത്തരുടെയും റോളിൽ ചിലപ്പോൾ 4 സ്റ്റാഫ് ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 40 സ്റ്റാഫ് ഉണ്ടാവും, ചിലപ്പോൾ 400 സ്റ്റാഫ് ഉണ്ടാവും. എങ്കിലും നമുക്ക് അതിലൊരു ക്ലാരിറ്റി വേണം. അതേപോലെ അക്കൗണ്ടബിലിറ്റി കറക്റ്റ് ആയിട്ട് നമ്മൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് അറിയണം. ഓരോ സ്റ്റാഫിന്റെയും പെർഫോമൻസ് നമ്മൾ ട്രാക്ക് ചെയ്യും. അവർക്ക് കൊടുക്കുന്ന പേയ്മെന്റിന് അല്ലെങ്കിൽ നമ്മൾ അവർക്ക് കൊടുത്തില്ല പോസ്റ്റിന്റെ ആ ഒരു പെർഫോമൻസ് അവർ കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അതുപോലെ കസ്റ്റമർ സിസ്റ്റം, ഒരു ഫീഡ്ബാക്ക്, കസ്റ്റമർ വളരെ പ്രധാനപ്പെട്ട ഒന്നായതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ഒരു പ്രോപ്പർ ഫീഡ്ബാക്കിംഗ് സിസ്റ്റം നമുക്ക് വേണം. അതേപോലെ കസ്റ്റമേഴ്സ് അൺസാറ്റിസ്ഫൈഡ് ആയാൽ അത് ആ കംപ്ലൈൻസ് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടി ഒരു സിസ്റ്റം വേണം. അതേപോലെ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ഒരു വീക്കിലി റിവ്യൂ സിസ്റ്റം, ഒരു 30 മിനിറ്റ് നമ്മുടെ ബിസിനസ്സിന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ വീക്കിലും നമ്മൾ മാറ്റി വെക്കണം. അവിടെ നമ്മൾ സിസ്റ്റം കൊണ്ടുവരണം. നമ്മൾ ഇല്ലെങ്കിൽ പോലും നടക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ ബിസിനസ് നമ്മൾ കൊണ്ടുവരണം. അതുപോലെ ഗ്രോത്ത് ട്രാക്ക് ചെയ്യുന്നത് വെറുതെ വ്യക്തമായ ധാരണയിലൂടെ മാത്രമേ നമുക്ക് ഓരോ സംഗതിയും നമ്മുടെ ബിസിനസ്സിൽ സംഭവിക്കാവൂ. അപ്പൊ അത് നമ്മൾ ചെയ്യണം. അതേപോലെ ലീക്ക് വരുന്നുണ്ട് എവിടെയെങ്കിലും. ചിലപ്പോൾ നമുക്ക് കുറെ വണ്ടികൾ ഓടുന്നുണ്ടാവും, 3-4 വണ്ടികൾ ഓടുന്നുണ്ടാവും. ചിലപ്പോ ഒരു വണ്ടി മാറ്റിയിട്ട് മറ്റൊരു വണ്ടിയിലേക്ക് മാറുമ്പോൾ തന്നെ ചിലപ്പോ നമുക്ക് ഡീസലില് ഫ്യൂവലില് ഭയങ്കരമായിട്ടുള്ള കുറവ് വരുത്താം. അപ്പോ അതൊരു ലീക്കാണ്. ആ ലീക്ക് നമ്മൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് അവിടെ നമ്മൾ കൊണ്ടുവരേണ്ട സംഗതികൾ. അപ്പോൾ ജോബിന്റെ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഈ ഒരു മേഖലയിലാണ്, മനസ്സിലാക്കുക. ഓക്കെ, സിസ്റ്റം ബിൽഡ് ചെയ്താൽ ഓണർ ഫ്രീ ആവും. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സിസ്റ്റം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഓണർക്ക് ഫ്രീ ആവാൻ പറ്റുക. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഓഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതുപോലെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സിസ്റ്റം ബിൽഡ് ചെയ്യുന്നത് എന്നുള്ളതും പറഞ്ഞു. ഓക്കെ, അടുത്ത നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് 4ാമത്തേത്, ഡിജിറ്റൽ ഗ്രോത്ത്. ഡിജിറ്റൽ സാധ്യതകൾ ഉപയോഗിച്ച് ഗ്രോത്തിലേക്ക് പോകാം. ഇവിടെ നമുക്ക് പറയാനുള്ള ഒരു കോർ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, സിസ്റ്റവും ഈ ഡിജിറ്റൽ സാധ്യതയുടെ അല്ലെങ്കിൽ ഡിജിറ്റൽ ടൂളുകളിലൂടെ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ സ്കെയിലിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, മനസ്സിലായി വിചാരിക്കുന്നു. ഇതിന്റെ ഒരു രീതി എങ്ങനെയാ വെച്ചാൽ, അതിന്റെ പോയിന്റ്സുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, ഈ നമ്മൾ ഗൂഗിൾ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടോ, ഗൂഗിൾ പ്രൊഫൈൽ നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ടോ. ഒരാള് നമ്മളെ കുറിച്ച് അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം, ഒരു യാത്ര നടത്തുന്ന സമയത്ത് ഏറ്റവും നല്ല ഫുഡ് എവിടെ കിട്ടും, നിയർ മീ എന്ന് ചിലപ്പോൾ ഗൂഗിളിൽ അടിച്ചു പോകും. അപ്പൊ ഫസ്റ്റ് നമ്മളെ കാണുന്ന രൂപത്തിൽ അവിടെ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ആക്റ്റീവായിട്ട് ഒരു വാട്സപ്പ് നമ്പർ പോലും അല്ലെങ്കിൽ കോൾ ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ പോലും ആ കസ്റ്റമർ നമ്മളിലേക്ക് എത്തിക്കും. ചിലപ്പോൾ ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമുക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ 20, 30, 50 ആളുകൾ ഉണ്ടാവും. ഒന്നിച്ച് ഫാമിലി ആയിട്ടൊക്കെ പോയതായിരിക്കും. അപ്പോൾ 50 പേര് ഒന്നിച്ച് നമ്മൾ പോകുമ്പോൾ നമ്മൾ നിയർ മീ അടിക്കുമ്പോൾ, ബെസ്റ്റ് ഫുഡ് നിയർ മീ അടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു കോൺടാക്ട് നമ്പർ കിട്ടിയ ചിലപ്പോൾ നമ്മൾ നേരെ കസ്റ്റമർ ആ ഒരു ഷോപ്പിലേക്ക് പോകും അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന കസ്റ്റമറെ ആ കസ്റ്റമറെ നമ്മളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കോൺടാക്ട് സിസ്റ്റം നമുക്ക് വേണം. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ വാട്സപ്പ് ഓട്ടോമേഷൻ. ഇന്ന് വാട്സപ്പ് ഉപയോഗിച്ച് വെറുതെ പരസ്പരം ഫ്രണ്ട്സ് തമ്മിൽ ചാറ്റ് ചെയ്യുന്നതിൽ അപ്പുറത്തേക്ക് വാട്സപ്പ് ബിസിനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പൊ ആ കാര്യങ്ങൾ അവിടെ നമ്മളൊരു ഡിജിറ്റൽ ഗ്രോത്തിലേക്ക് പോകാൻ അത് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത്. അതേപോലെ നമുക്ക് കസ്റ്റമർ റിലേഷൻ CRM, കസ്റ്റമർ റിലേഷൻ മാനേജ്മെന്റ് സിസ്റ്റം നമുക്ക് ഉണ്ടോ എന്നുള്ളത്. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ഒരു റിവ്യൂ സിസ്റ്റം നമുക്ക് ഉണ്ടോ എന്നുള്ളത്. ഡിജിറ്റൽ ടൂളുകൾ ഉപയോഗിച്ചാണ് നമ്മൾ റിവ്യൂ സിസ്റ്റം ചെയ്യുന്നത്. അതേപോലെ
കണ്ടന്റ് ക്രിയേഷൻ അതിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? കണ്ടന്റ് വളരെ പ്രധാനം. ഇന്ന് സോഷ്യൽ മീഡിയ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ കണ്ടന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അത് ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ChatGPT പോലെയുള്ള ടൂളുകളുടെ FESTF പോലെയുള്ള ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ചെയ്യാം. അതുപോലെ വരുന്ന ലീഡിനെ പലതരത്തിൽ നമ്മൾ ലീഡ് വരും. ഈ ലീഡിനെ ഒരു ഫണലിലേക്ക് ഇടുന്നത് നമ്മൾ ഫിൽറ്റർ ചെയ്തെടുത്ത് നമ്മളെ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ എന്നതിന്റെ കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഇതൊരു ഔട്ട്കം എന്താണ് വരിക എന്നുള്ളതാണ്. കസ്റ്റമർ ട്രസ്റ്റ് ഇൻക്രീസ് ആവുന്നതാണ്. കസ്റ്റമർ ട്രസ്റ്റ് ഇൻക്രീസ് ആവുമ്പോൾ റിട്ടൻഷൻ വരും, വേർഡ് ഓഫ് മൗത്ത് നടക്കും, മറ്റുള്ള കസ്റ്റമർ നമ്മളെ ഷോപ്പിലേക്ക് വരും, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരും. അതേപോലെ ഫോളോ അപ്പ് ഓട്ടോമേഷൻ നടക്കും. ഫോളോ അപ്പ് ഈ ടൂളുകൾ ഉപയോഗിക്കുമ്പോൾ ഫോളോ അപ്പ് നമുക്ക് ഒരു 10 പേരെ ചിലപ്പോൾ നമുക്ക് ചാറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടാവും. പക്ഷെ ഒരു വാട്ടി പോലത്തെ ഒരു വാട്സപ്പ് ഓട്ടോമേഷൻ ടൂൾ ഉപയോഗിക്കുമ്പോൾ 100, 1000, 10,000, 1,00,000 പേരെ നമുക്ക് ഒന്നിച്ച് ഒരേ സമയം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഓട്ടോമേഷൻ നടക്കും. അപ്പോൾ അതേപോലെ ഇങ്ങനെയുള്ള ഡിജിറ്റൽ സാധ്യതകൾ ഉപയോഗിക്കുമ്പോൾ, പണ്ട് നമ്മൾ TV-യിൽ ഒരു പരസ്യം കൊടുക്കുമ്പോൾ, ഈ ന്യൂസ് പേപ്പറിൽ ഒരു പരസ്യം കൊടുക്കുമ്പോൾ വലിയ എമൗണ്ട് നമുക്ക് വരും. പക്ഷെ അതിന്റെ ഒരു 10-ൽ ഒരു ഭാഗം മാത്രം മാറ്റി വെച്ചാൽ പോലും അതിന്റെ എത്രയോ ഇരട്ടി ആളുകളെ നമുക്ക് ഫേസ്ബുക്ക് മെറ്റ ആഡ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ മാർക്കറ്റിംഗ് കോസ്റ്റ് വളരെ കുറക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഡിജിറ്റൽ ടൂളുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുക. രണ്ടാമത്, നമ്മൾ 1, 2, 3 മാസങ്ങൾ ഉപയോഗിക്കുമ്പോൾ, നമ്മളൊരു മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ, മറ്റൊക്കെ അഡ്വർടൈസ്മെന്റ് എടുക്കും, ഒരു പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ലീഡ്സ് നമുക്ക് വരാനും ഒരു പ്രഡിക്റ്റബിൾ സെയിൽസിലേക്ക് അല്ലെങ്കിൽ ഒരു വരുമാനത്തിലേക്ക് നമുക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഔട്ട്കം ആയിട്ട് നമുക്ക് കാണാനുള്ളത്. ഡിജിറ്റൽ ടൂൾസ് യൂസ് ചെയ്യാതെ ഫ്യൂച്ചർ ഇല്ല എന്നുള്ളതാണ് പുതിയൊരു കൺസെപ്റ്റ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു TV ആഡൊന്നും ചെയ്യാതെ ചില കാറിന്റെ ഷോറൂമുകളൊക്കെ നടത്തുന്നത് കണ്ടില്ലേ? അവരുടെ ഒരു അക്കൗണ്ടിൽ സോഷ്യൽ മീഡിയ വീഡിയോസുകൾ ചെയ്തുകൊണ്ട് ഹൈ ലെവലിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഡിജിറ്റൽ ടൂളുകൾ ഉപയോഗിക്കാനും നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. ഓക്കെ, ഇതിന്റെ ഒരു ഫൈനൽ ഇതിലേക്ക് വരാം. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, ഫൈനൽ വേർഡിലേക്ക് വരാം. ജോബക്കിന്റെ ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. ബിസിനസ്സുകാരെ, ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്ന ആളുകളെ ഒന്നിച്ചൊരു സ്ഥലത്ത് നിർത്തുക എന്നുള്ളതാണ് ഈ ജോബ് കമ്മ്യൂണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 3 ലെവൽ, ഒരു സെൽഫ് ഓഡിറ്റിംഗ്, ബിസിനസ് സിസ്റ്റം ക്രിയേഷൻ, ഡിജിറ്റൽ സാധ്യതകൾ ഉപയോഗിച്ച് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യുക. ഇതിനു വേണ്ടിയിട്ടുള്ള ഇത് ചെയ്യുന്ന അനേകായിരം ആളുകളെ ഒന്നിച്ചൊരു സ്ഥലത്ത് കൊണ്ടുവരിക എന്നതാണ് ഈ കമ്മ്യൂണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് നോട്ട് എ മോട്ടിവേഷൻ ക്ലാസ്. ഇതൊരു മോട്ടിവേഷൻ ക്ലാസ് അല്ല. നിങ്ങൾക്ക് ആർക്കും ഒരു മോട്ടിവേഷൻ ക്ലാസിന്റെ ആവശ്യമില്ല എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇത് ഒരു ബിസിനസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഒരു ബിസിനസ്സിനെ, വലിയ കമ്പനികൾ ബിസിനസ്സിനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മളും ബിസിനസ്സിനെ ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫെയിലിയർ ആയി പോകും. അപ്പൊ അതിലേക്ക് പോവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, മിറർ മെത്തേഡ് ഉപയോഗിച്ച് സെൽഫ് ഓഡിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഓരോ മാസവും ബിസിനസിന്റെ റിയൽ കണക്കുകൾ ഒരൊറ്റ A4 സൈസിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ മൊബൈലോ നിങ്ങൾ കാണാൻ പറ്റുന്നതാണ്. അതേപോലെ സിസ്റ്റം സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ടെംപ്ലേറ്റുകൾ കിട്ടും ഇവിടെ. പിന്നെ ഫിനാൻസ് ക്ലാരിറ്റിക്ക് വേണ്ടിയുള്ള പല ടൂളുകളും, ആർട്ടിഫിഷ്യൽ ടൂളുകൾ, അതുപോലെ ഗൂഗിൾ ഷീറ്റുകൾ, ഗൂഗിൾ ഷീറ്റ് ഉപയോഗിച്ചുള്ള പല ഡാഷ്ബോർഡുകളൊക്കെ കിട്ടും. അതേപോലെ SOPs ക്രിയേറ്റ് ചെയ്യുന്ന പല കിറ്റുകളും നിങ്ങൾക്ക് ഡിജിറ്റലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഡിജിറ്റൽ സെറ്റപ്പ് ഗൈഡൻസ്, ഒരു 30 ഡേ ആക്ഷൻ പ്ലാൻ ഉണ്ട്. നല്ല ഒന്നിച്ചു നിന്നിട്ട് 30 ദിവസത്തെ ഒരു ആക്ഷൻ പ്ലാനിലൂടെ നമ്മുടെ ബിസിനസിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പ്ലാൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു ബെനിഫിറ്റ്, ലൈഫ് ടൈം കമ്മ്യൂണിറ്റി സപ്പോർട്ട്. നമ്മുടെ ബിസിനസ് നിലനിൽക്കുന്ന കാലത്തോളം പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിന്റെ ബെനിഫിറ്റ്. എന്താണ് ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്? ലൈഫ് ടൈം മെമ്പർഷിപ്പ്. ജോബുക്കിന്റെ ഈ ലൈഫ് ടൈം മെമ്പർഷിപ്പ് ഈ കമ്മ്യൂണിറ്റിയിലേക്ക് മെമ്പർ ആവാൻ 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതിന് 6,990 സിൽവർ മെമ്പർഷിപ്പ് എന്നാണ് നമ്മൾ ഇതിന് പറയുന്നത്. 6,999 രൂപ മാത്രമാണ് ഇതിന്റെ 1 ടൈം പേയ്മെന്റ് ആയിട്ട് വരുന്നത്. ലൈഫ് ടൈം ആക്സസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇവിടെ പറയുന്നത് ഇത് 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. ലൈഫ് ടൈം ക്ലാരിറ്റിയാണ് ബിസിനസ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, ഫൈലിലേക്ക് പോവാണ്. ജോബുക്കിന്റെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്കും മെമ്പർ ആവാം. നിങ്ങൾ അതിന് ചെയ്യേണ്ടത്, താഴെ ഈ വീഡിയോക്ക് താഴെയായിട്ട് കമന്റിൽ ഞാൻ ഇതിന്റെ പേയ്മെന്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പേയ്മെന്റ് ലിങ്ക് പേയ്മെന്റ് അടിച്ചാൽ നിങ്ങൾക്ക് നേരെ ഓൺലൈനായിട്ട് ഇതിന്റെ ആക്സസ് കിട്ടും. റെക്കോർഡിക്കൽ കോഴ്സുകൾ ഉണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി അതാണ്, റെക്കോർഡിക്കൽ കോഴ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങളുടെ ബിസിനസിന്റെ ഓരോ ഭാഗങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു എക്സാം പറയാം. നിങ്ങളൊരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? നിങ്ങൾ ചിലപ്പോൾ ഒരു പലചരക്കട നടത്തുന്ന ആളാവാം, ഒരു ബേക്കറി നടത്തുന്ന ആളാവാം, ഒരു സർവീസ് സെന്റർ, അക്ഷയ സെന്റർ നടത്തുന്ന ആളാവാം. പക്ഷെ ഒരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യുമ്പോൾ പോലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ 2 പാർട്ണർമാരെ തമ്മിൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് ഭാവിയിൽ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ നിങ്ങൾ ഒരു എഗ്രിമെന്റ് എങ്ങനെ തയ്യാറാക്കാം, ഒരു മെയിൽ ID എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഒരു ഡൊമൈൻ, നിങ്ങളൊരു പേര് എങ്ങനെ സെലക്ട് ചെയ്യാം, ഡൊമൈൻ എങ്ങനെ,
ഇന്ന് തുടങ്ങിയിട്ട് ചെറിയ ചെറിയ ഓരോ കാര്യങ്ങളും ചെറിയ ഷോർട്ട് വീഡിയോസുകളാക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒഴിവ് സമയത്ത് ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്ന സംവിധാനത്തിലാണ് ഇത് ചെയ്യുന്നത്. മാത്രമല്ല ചലഞ്ചുകൾ ചെയ്യുന്നുണ്ട്. ഒരേ സമയം എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ചലഞ്ചുകൾ ചെയ്യുന്നു. ഇത് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലും മൊബൈലിലും ഇത് കേൾക്കാവുന്നതാണ്. മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ വെബ്സൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് എങ്ങനെ കയറിയിട്ടും ഇത് ആക്സസ് ലഭിക്കാവുന്നതാണ്. ഒരു വാട്സപ്പ് ഉപയോഗിക്കുന്ന ഏത് സാധാരണക്കാരനും ഉപയോഗിക്കാവുന്ന തരത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ കണ്ടതിന് നന്ദി പറയും. മെമ്പർഷിപ്പ് എടുക്കാൻ താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. മെമ്പർഷിപ്പ് എടുക്കുക. ഞാനൊരു നമ്പർ ഇവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയക്കുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ആക്സസ് കിട്ടുന്നതായിരിക്കും. 97 45 00 1133 97 45 00 1133 ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.